അല്ലെങ്കിൽ മതിൽ കെട്ടി അടച്ചു കഴിഞ്ഞാൽ ഇത് രണ്ടും രണ്ട് രാജ്യമായില്ലേ? അശാസ്ത്രീയമായ രീതിയാണ് ഇപ്പം ഓരോ സംഭവങ്ങൾ തെളിയിച്ചു കഴിഞ്ഞു. പിന്നെ അത് കെട്ടിമറിച്ചാൽ ഇവിടെ ഇത് ഒന്നും കാണാനും കേൾക്കാനും പറ്റൂലല്ലോ. ഇപ്പൊ ഒരു നല്ലൊരു ആശ്വാസവാക്കാണ് നമുക്ക് കിട്ടുന്നത്. അത് വളരെ നല്ല കാര്യം. നമസ്കാരം. നിൽക്കുന്നത് കല്ലമ്പലത്താണ്. കല്ലമ്പലത്ത് ദേശീയപാതയുടെ വികസനവുമായി ബന്ധപ്പെട്ട് മതിൽ കെട്ടിത്തിരിച്ചുള്ള നിർമ്മാണ പ്രവർത്തനം ഇവിടെ പാടില്ല എന്ന് കാണിച്ച് 2021 ഇവിടുത്തെ പൊതുജനങ്ങളും വ്യാപാരികളും ഒക്കെ വലിയ സമരം നടത്തിയിരുന്നു. അന്ന് അതൊന്നും ചെവിക്കൊണ്ടില്ല. പ്രത്യേകിച്ചും ശിവഗിരി പോലുള്ള ഒരു പുണ്യ സ്ഥലത്തിന്റെ പ്രവേശന കവാടമായ കല്ലമ്പലത്ത് ഈ മതിൽ കെട്ടിത്തിരിച്ചുള്ള നിർമ്മാണം പാടില്ല, ഇവിടെ ഫ്ലൈ ഓവർ വരുത്തണം, അല്ലെങ്കിൽ ഫ്ലൈ ഓവർ നടപടിയിലേക്ക് പോകണമെന്നൊക്കെ അന്ന് ആവശ്യപ്പെട്ടിരുന്നു. ആരും ചെവിക്കൊണ്ടിരുന്നില്ല. ഈ അടുത്തിടെ തുടർച്ചയായിട്ട് 2-3 അപകട വാർത്തകൾ നമ്മൾ കേട്ടു. മലപ്പുറത്തും കൊല്ലത്തും ഒക്കെ ഈ മതിൽ കെട്ടിയുള്ള നിർമ്മാണം അപകടത്തിൽപ്പെട്ടതിന് പിന്നാലെ കേന്ദ്രത്തിൽ ചില തീരുമാനങ്ങൾ വരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതായത് കേരളത്തിന്റെ മണ്ണ് ഈ നിർമ്മാണങ്ങളുടെ ഘടനയ്ക്ക് അനുയോജ്യമല്ലെന്നും അതുകൊണ്ട് പില്ലർ കെട്ടിയുള്ള ഫ്ലൈ ഓവർ നിർമ്മാണമൊക്കെ വരണമെന്നുള്ള ചില ചർച്ചകൾ നടന്നതായുള്ള സൂചനകൾ വരുന്നുണ്ട്. ഏതായാലും ഇവിടുത്തെ പൊതുജനങ്ങളുടെ അഭിപ്രായം കൂടി കേൾക്കാം. കാര്യം അവര് ഒരു സമയത്ത് വലിയ പ്രതിഷേധമൊക്കെ നടത്തി, വലിയ സമരമൊക്കെ നടത്തിയതാണ്. അവർക്ക് എന്താണ് പറയാനുള്ളത് കേൾക്കാം. മതിൽ കെട്ടിയുള്ള പാതയ്ക്ക് വരെ ഫ്ലൈ ഓവർ ഒക്കെ വരാൻ പോകുന്നത് പറയുന്നു. വന്നാ സന്തോഷം. അല്ലെങ്കിൽ മതിൽ കെട്ടി അടച്ചു കഴിഞ്ഞാൽ ഇത് രണ്ടും രണ്ട് രാജ്യമായില്ലേ? നമുക്ക് പിള്ളേർക്ക് സ്കൂളിൽ പോകുന്നതിന് ഈ സൈഡിൽ നിന്ന് അപ്പുറത്ത് ക്രോസ് ചെയ്യണമെങ്കിൽ ബുദ്ധിമുട്ടാണ്. എല്ലാം കൊണ്ടും അതൊരു ബുദ്ധിമുട്ടാണ്. നമുക്ക് നമ്മുടെ വീട് ഈ സൈഡിലാണ് വരുന്നത്. അപ്പൊ നമ്മൾ പോകണമെങ്കിലും ആയംകുളത്ത് പോയി തിരിഞ്ഞേ വരാൻ പറ്റുള്ളൂ. നമ്മൾ ഇതിനു വേണ്ടി പലരും നോക്കി. പിന്നെ വ്യാപാര വ്യവസായികളൊക്കെ ഇപ്പോഴും നന്നായിട്ട് ഇടപെട്ടിട്ടുണ്ട്. അവരുടെ ഈ മതിൽ കെട്ടി അടയ്ക്കുന്നിടത്ത് പലയിടത്തും അപകടങ്ങൾ സംഭവിക്കുന്ന ആയതുകൊണ്ട് ഇത് ഇങ്ങനെ വരുന്നത് നല്ലത് തന്നെ. ഫ്ലൈ ഓവറാണ് താല്പര്യം. നമ്മുടെ വ്യാപാര വ്യവസായ പ്രസിഡന്റും ചിലർ നല്ല ആത്മാർത്ഥമായിട്ട് ഇതിന്റെ പിറകെ നിൽക്കുന്നുണ്ട്. കുറെ നാളുകൊണ്ടേ നിൽക്കുന്നുണ്ട്. അവരൊക്കെ ബുദ്ധിമുട്ടിനൊരു ഫലം കാണട്ടെ. നടക്കുമെങ്കിൽ കൊള്ളാം. നല്ല കച്ചവടക്കാർക്കൊക്കെ നല്ല കാര്യങ്ങൾ നടക്കും, ബിസിനസ് നടക്കും. കെട്ടി അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒന്നും നടക്കില്ല. നാവായിളക്കുള്ള 28 അതുപോലെ ആകും. അതിനും കാട്ടി പ്രളയ ഓവർ വരുന്നതാണ് നല്ലത്. അത് ഇടിച്ചിട്ട് ഫില്ലറാകണം, എങ്കിലേ അത് ഉപയോഗമുള്ള. ഇടിക്കെന്ന് പറഞ്ഞു കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുണ്ട്, മാറ്റണമെന്ന് പറഞ്ഞു. ഇവിടെ നല്ലാണ് സമരത്തിലേക്ക് നമ്മൾ പ്രഖ്യാപിച്ച് ചെയ്യണം. ഇവിടെ കല്ലമ്പലമൊക്കെ അങ്ങനെ ഇതിപ്പോ ഇത് അറിഞ്ഞുകൊണ്ട് പിന്നെ സമരം ഇങ്ങനെ മാറ്റി ചെയ്യണം. സന്തോഷത്തിലാണ്. ഫില്ലറൊന്നല്ല അപ്പുറം കാണാൻ എന്തായാലും. അല്ലെങ്കിൽ പിന്നെ ഇരുട്ട് രാത്രി പോയാലും ആൾക്കാർ ഒറ്റയ്ക്ക് പോയാൽ പിടിച്ചോണ്ടൊക്കെ പോയാലും ആരും അറിയില്ല. ബന്ധമല്ല വരും. സത്യം പറഞ്ഞാല് മതിൽ കെട്ടിത്തിരിക്കുന്നതിലൂടെ ബന്ധം മുറിഞ്ഞു അല്ല, നമുക്ക് യോജിപ്പില്ല. മതിൽ കെട്ടിത്തിരിക്കുന്നതിനോട് ഒട്ടും യോജിപ്പില്ല. മാത്രമല്ല നിർമ്മാണ പ്രവർത്തി അശാസ്ത്രീയമായ രീതിയാണ് ഇപ്പം ഓരോ സംഭവങ്ങൾ തെളിയിച്ചു കഴിഞ്ഞില്ല. മലപ്പുറത്തും കൊല്ലത്തും പ്രതീക്ഷ പോയിട്ടില്ല. എല്ലാ ചർച്ച കാര്യങ്ങൾ നമ്മളിവിടെ വ്യാപാര വ്യവസായ നേതൃത്വത്തിൽ ഇവിടെ ഉണ്ടായിരുന്നു. അത് എന്നാൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യമല്ലേ? അതാണ് പറയേണ്ടത്. അല്ല, കേന്ദ്രത്തിന് ചില തീരുമാനം വന്നിരിക്കുന്നു. കേരളത്തിലെ മണ്ണ് ഈ ഘടനയ്ക്ക് അനുയോജ്യമായതല്ല, അതുകൊണ്ട് ഫ്ലൈ ഓവറുകൾ നിർമ്മിക്കാൻ കേന്ദ്രമന്ത്രിയുടെ ചില ആലോചനകൾ നടന്നിരിക്കുന്നു. തീരുമാനം എങ്ങനെ കാണുന്നു? കേരളത്തില് ഉള്ള സാഹചര്യം എന്ന് പറയുന്നത് സ്ഥലപരിമിതിയുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലല്ലേ ഇത് ചെയ്താൽ അതല്ലേ നല്ലത്. ഒരുപക്ഷെ കല്ലമ്പലത്തിൽ വന്നിരുന്നെങ്കിൽ നമുക്ക് ഈ റോഡിന്റെ അപ്പുറവും ഇപ്പുറവും തമ്മിലുള്ള ബന്ധം പോലും വേറെ. അതെ, എന്തായാലും സംഭവിക്കുക. മതില് കെട്ടാതെ ഇതുപോലെ തന്നെ വരണം. ആദ്യമേ സമരമൊക്കെ നടന്ന ഇപ്പൊ ഈ അടുത്ത സമയത്ത് സമരങ്ങൾ ഒക്കെ നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് കെട്ടിമറിച്ചാൽ ഇവിടെ ഇത് ഒന്നും കാണാനും കേൾക്കാനും പറ്റൂലല്ലോ. ആ രീതിയിലല്ലേ വരണതാണ് ഏറ്റവും. മലപ്പുറത്തും കൊല്ലത്തും ഒക്കെ മതിൽ കെട്ടി തിരിച്ച പല സ്ഥലങ്ങളും ഇടിഞ്ഞു വീണു. അതുപോലെ ഇവിടെ സംഭവിക്കാതിരിക്കുന്നത് ഏറ്റവും നല്ലതാണത്. ഇപ്പൊ കടകളും ലക്ഷക്കണക്കിന് രൂപ എടുത്ത് ആളുകൾ കടവട്ടകനെല്ലാം മറച്ചു പോയി ആര് കാണും? കൊല്ലത്തും മലപ്പുറത്തും ഒക്കെ ഈ മതിൽ കെട്ടി തിരിച്ച സ്ഥലങ്ങളൊക്കെ ഇടിഞ്ഞു വീണു. കേരളത്തിലെ മണ്ണ് അതിന് അനുയോജ്യമല്ലെന്ന് പറയുന്നു. അത് ഒരു ഡേഞ്ചർ തന്നെയാണ്. കല്ലമ്പലം രക്ഷപ്പെട്ടോ? കല്ലമ്പലം ഒന്നും രക്ഷപ്പെട്ടില്ല. രക്ഷപ്പെടാൻ മതിൽ കെട്ടി പോയി കഴിഞ്ഞാൽ രക്ഷപ്പെടത്തില്ല. ഫ്ലൈ ഓവർ വരുമെന്നുള്ള സൂചനകൾ വരുന്നതല്ലേ ഏറ്റവും നല്ലത്. ഓട്ടോക്കാരാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. ചിലപ്പോൾ കിലോമീറ്ററുകൾ ചുറ്റിത്തിരിഞ്ഞ് വരേണ്ടി വരും. നല്ലവണ്ണക്ക് ചെയ്യണം. ഒരു അശാസ്ത്രീയമായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ ഇതാവുന്നത്. നല്ലവണ്ണക്ക് ചെയ്ത ആൾക്കാർക്ക് സഞ്ചാരയോഗ്യമായിട്ട് നല്ലവണ്ണക്ക് ചെയ്താൽ ഒരു കുഴപ്പമില്ല, ആൾക്കാർക്ക് ഉപയോഗപ്പെടും. നല്ല കാര്യമാണല്ലോ ഈ മതിൽ കെട്ടി അടക്കണേക്കാട്ടിയും. അതല്ലേ നല്ലത്. ഈ ആദ്യമേ വലിയ സമരങ്ങളൊക്കെ നടത്തിയെങ്കിലും ഫലം കണ്ടില്ലായിരുന്നു അന്ന് ഫലം മലപ്പുറത്തും ഒക്കെ ഇടിഞ്ഞു വീണതാണ് പിന്നീട് ഒരു അതാണ് പ്രധാന കാരണം. അതാണ്
എല്ലാവർക്കും നല്ലൊരു ആശ്വാസകരമായ വാർത്തയാണ്. ഇതിൽ പിന്നെ ഒരു നല്ലൊരു വാർത്തയില്ല. ഈ വ്യാപാരികളൊക്കെ ആദ്യം ഇത് ഫ്ലൈ ഓവർ വരണമെന്ന് പറഞ്ഞ് സമരം ചെയ്തതാണ്. 2021 മുതൽ കേരള സ്റ്റേറ്റ് കല്ലമ്പലം വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ കല്ലമ്പലം യൂണിറ്റ് ഇതിന്റെ സമരത്തിലാണ്. ഇപ്പം തന്നെ 4 വർഷത്തോളമായി ഇതിന്റെ സമരത്തിലാണ്. ഏകദേശം ലക്ഷക്കണക്കിന് രൂപ നമ്മൾ ഇതിൽ നിന്ന് ചെലവാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു നല്ലൊരു ആശ്വാസവാക്കാണ് നമുക്ക് കിട്ടുന്നത്. അത് വളരെ നല്ല കാര്യം. ഈ മലപ്പുറത്തും കൊല്ലത്തും ഒക്കെ അപകടമുണ്ടായതാണ് അധികൃതരുടെ കണ്ണ് ഉറപ്പിച്ചത്. ആ കാര്യം ശരിയാണ്. കാരണം എന്താ പറയുക, അശാസ്ത്രീയമായ രീതിയിലാണ് ഈ NHന്റെ പണി. കാരണം ഒരു 30 തറയിൽ നിന്ന് 30-32 മീറ്റർ പൊക്കത്തിലേക്ക് കെട്ടി ഒരു റോഡ് പോകുക എന്ന് പറയുന്നത് എത്ര ക്യൂബിക്കടി മണ്ണാണ് അതിനകത്ത് വരുന്നത്. അത് ചെറിയൊരു പില്ലർ മാത്രമായിട്ട് ഇരുവശങ്ങളിലും അടച്ചുകൊണ്ടാണ് ഇത് പോകുന്നത്. അപ്പം ഇതിന്റെ താങ്ങാൻ പറ്റുന്ന മണ്ണിന്റെ താങ്ങാൻ പറ്റാത്ത ഇത് വരുമ്പോഴത്തേക്ക് പൊളിഞ്ഞു വീഴും. അതുമാത്രമല്ല, ഇപ്പം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഈ പോകുന്ന റോഡ് കേരളത്തിനെ 2ആയിട്ട് മുറിച്ചുകൊണ്ടല്ലേ ഈ പോകുന്ന റോഡ്. ഇതിപ്പോഴല്ല ഇതിന്റെ അനുഭവം ഉണ്ടാകുന്നത്. പണികൾ അത്രയും തീർന്നതിന് ശേഷം 1 വർഷത്തിനകം ഫലം ഇതല്ല, ഇതിൻ്റെ ദൂരവ്യാപകമായ ഒരുപാട് കുഴപ്പങ്ങളുണ്ടാകും. കാരണം എന്ന് പറയുന്നത്, ഈ മലഞ്ചെരുവിൽ നിന്ന് വരുന്ന വെള്ളം നമുക്ക് കടലിലേക്ക് ഒഴുകിപ്പോകാനുള്ളൊരു സാധ്യത വളരെ കുറവാണ്. ഒരു സ്ഥലത്തും ഇല്ല. ചില സ്ഥലങ്ങളിൽ മാത്രം ചെറിയ കലിങ്ക് കെട്ടി വെള്ളം പോകുന്നു. ബാക്കി എത്രയും വെള്ളം ഇത് എവിടെ പോകും? അല്ല, അത് എൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. അവർക്ക് ദീർഘവീക്ഷണം ഇല്ല എന്ന് പറയുന്നത് 100% ശരിയല്ലേ? കേരളത്തെ പോലുള്ള ഒരു സംസ്ഥാനത്ത് ഇങ്ങനെ ഒരു കൊണ്ടുവരിക എന്ന് പറയുന്നത്. ഇപ്പൊ തന്നെ കല്ലമ്പലത്തിൽ തന്നെ ഇവിടെ ഇപ്പൊ തന്നെ ഒരു 8 പില്ലറാണ് ആകെയുള്ളത്. 8 പില്ലർ കൊണ്ടുവന്നിരുന്നാൽ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമായ ശിവഗിരി എങ്ങനെ പോകും? ഫ്ലൈ ഓവർ നല്ലതല്ലേ? നല്ല. ഒരു സമയത്ത് കല്ലമ്പലം നിവാസികൾ 2021 വലിയ സമര പരിപാടികൾ സംഘടിപ്പിച്ചാണ്. അന്ന് കണ്ണു തുറക്കാത്ത അധികൃതർ ഇപ്പോൾ കണ്ണു തുറന്നു. മലപ്പുറത്തും കൊല്ലത്തും ഒക്കെ ഈ മണ്ണ് കെട്ടി അല്ലെങ്കിൽ ഈ മതിൽ കെട്ടിയ അതൊക്കെ ഇടിഞ്ഞു വീണതാണ് അവർക്ക് ഒരു പ്രചോദനമായത്. അതെ അതെ അതെ. വൈകിയാണെങ്കിലും ഉണർന്നല്ലേ? ഉണർന്നു. വരുന്നതിനോട് 100% യോജിക്കുകയാണ്. ഈ മതിൽ കെട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്ലമ്പലത്തിനെ 2ആയിട്ട് വേർതിരിക്കുന്ന ഒന്ന്. രണ്ടാമത് അത് ശാസ്ത്രീയപരമായിട്ടുള്ള ഇതല്ല. സർവീസ് റോഡുമായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും തിരക്കുകളുണ്ടാവും. മതിൽ കെട്ടാതെ ഇതേപോലെ ഫ്ലൈ ഓവറിൽ നിർത്തിക്കൊണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ജനങ്ങൾക്കും ഗുണകരമാവും, യാത്രക്കാർക്ക് വണ്ടിയിൽ പോകുന്നവർക്കും ഗുണകരമാവും. ഈ 2021 നിങ്ങൾ വ്യാപാരികളൊക്കെ ഇവിടെ വലിയ സമര പരിപാടികളൊക്കെ നടത്തിയിരുന്നു. അന്ന് ശിവഗിരി അടക്കമുള്ള സ്ഥലങ്ങളുടെ പ്രത്യേകത വെച്ചുകൊണ്ട് ഇവിടെ ഫ്ലൈ ഓവർ വരുത്തണമെന്ന് പറഞ്ഞു. പക്ഷേ അന്നൊന്നും അവർ ചെവിക്കൊണ്ടില്ല. ഇപ്പോൾ മലപ്പുറത്തും കൊല്ലത്തും തുടർച്ചയായിട്ടുള്ള ചില അപകടങ്ങളാണ് ഇവരുടെ കണ്ണ് തുറപ്പിച്ചതെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അത് തന്നെയാണ് കാര്യം എന്ന് പറഞ്ഞാൽ അവർക്കിപ്പം മനസ്സിലായി. ഇപ്പം ഈ അപകടങ്ങൾ കൂടുന്നുണ്ട്, ആൾക്കാരുടെ പല രീതിയിലുള്ള ജീവഹാനികൾ സംഭവിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുമ്പം കഴിവതും അവർ മാറി ചിന്തിച്ചു കഴിഞ്ഞാൽ അതിൻ്റെതായ ഗുണം ജനങ്ങൾക്കും ഉണ്ടാവും. വരട്ടെ, വന്നാൽ ആശ്വാസമാണ്. നിങ്ങളൊക്കെ സമരം ചെയ്തതാണ് ഫ്ലൈ ഓവർ വരണമെന്ന് പറഞ്ഞു. ആര് സമരം ചെയ്താലും വരേണ്ടത് വരും, പോവേണ്ടത് പോകും. മലപ്പുറത്തും കൊല്ലത്തും ഈ അപകടങ്ങൾ ഉണ്ടായപ്പോഴാണ് പഠിച്ചത്. അപകടങ്ങൾ ഉണ്ടായതിനെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നേരത്തെ ഇത് ചെയ്യുന്ന സമയത്ത് ആൾക്കാർ അതിന് തീരുമാനം എടുക്കേണ്ടതില്ലേ. ഇങ്ങനെ ഒരു അപകടം ഉണ്ടാവാനും ഇങ്ങനെ ഒരു പ്രൊട്ടക്ഷനും ഇല്ലാതെ വെറും പ്ലേറ്റുകൾ മാത്രം വെച്ചിട്ട് റോഡ് ചെയ്യുമ്പോഴത്തേക്കും ആലോചിക്കേണ്ടതാണ്. അല്ലെങ്കിൽ അതിന്റെ എഞ്ചിനീയറെങ്കിലും ഒന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇല്ലേ? കല്ലമ്പലത്തെ സംബന്ധിച്ചിടത്തോളം വർക്കല ശിവഗിരിയിലേക്കുള്ള ഏറ്റവും വലിയൊരു പ്രവേശന കവാടവും. അതെ. അപ്പൊ ഇവിടെ ശരിക്കും ഫ്ലൈ ഓവർ അന്നേ ആവശ്യമുള്ളതായിരുന്നല്ലേ? തീർച്ചയായിട്ടും. ഫ്ലൈ ഓവർ വന്നില്ലെങ്കിൽ ഇതിന് 4 വരി പാതയില്ല 6 വരി പാതയൊക്കെയുള്ള സ്പേസ് ഉണ്ടല്ലോ, അത് ചെയ്ത് വിടാന്നുള്ളതേ ഉള്ളൂ. അല്ലല്ല, പില്ലറാണ് നല്ലതെന്ന്. പല സ്ഥലത്തും പില്ലർ ഇടിഞ്ഞു വീണ് അപകടങ്ങൾ ഉണ്ടാവും ഈ മതിൽ കെട്ടിയതൊക്കെ. ഏതായാലും അപകടം ഉണ്ടാവുമല്ലോ. ഇപ്പൊ പില്ലറാണെങ്കിൽ അതാണ് നല്ലത്. നമുക്ക് ഇതിപ്പോ ഒരു ബന്ധമില്ലാതാവില്ലേ അപ്പുറം ഇപ്പുറം മതിൽ കെട്ടി അതാണ് നല്ലത്. പില്ലറാണ് നല്ലത്. ഇപ്പൊ അനുകൂലമായ ചില തീരുമാനങ്ങൾ കേന്ദ്രത്തിൽ അറിയുന്നു. ആശ്വാസമാണ് കല്ലമ്പലത്തെ സംബന്ധിച്ചത്. നിങ്ങൾ ഓട്ടോക്കാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒരുപക്ഷെ കിലോമീറ്ററോട് ചുറ്റിലേക്ക് വരേണ്ട അവസ്ഥ ഉണ്ടാകും. ഇപ്പൊ തന്നെ നമുക്ക് കല്ലമ്പലം പെട്രോൾ പമ്പിൽ പോയിട്ട് തിരിച്ചു വരണമെങ്കിൽ മണമ്പൂർ പോയിട്ട് തിരിച്ചു വരാൻ പറ്റും. നമുക്ക് വളരെ തീർച്ചയായിട്ടും കല്ലമ്പലത്തിൽ എനിക്ക് തോന്നുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ സമരങ്ങളും ഏറ്റവും കൂടുതൽ ഇതിനു വേണ്ടി
ഇവിടെ സമരങ്ങൾ നടത്തിയത് വ്യാപാര സമൂഹമാണ്. ഇവിടുത്തെ വ്യാപാര വ്യവസായ പ്രസിഡന്റ് ഇതിനു വേണ്ടി നിരന്തരം ഇവിടെ ഓരോ കാര്യങ്ങൾക്കും വേണ്ടി അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നാടിന് നല്ലതാണ് എന്നാണ് എല്ലാവരെയും പൊതുവെയുള്ള അഭിപ്രായം. എന്ന് വെച്ചാൽ മതിൽ കെട്ടി ഇപ്പം തന്നെ നമ്മൾ ഈ ചാത്തന്നൂർ കൊട്ടിയത്ത് ഈ കെട്ടിയതെല്ലാം ഒരു സൈഡ് ഇടിഞ്ഞു വീണ് വണ്ടികളും സ്കൂൾ വണ്ടികളും ഒരുപാട് അപകടങ്ങൾ ഇതേപോലെ വരുന്നുണ്ട്. ഇത് ഫില്ലപ്പ് മലപ്പുറത്ത് അപകടത്താണ്. ഈ അപകടങ്ങൾ നടന്നതാണോ ഇവരുടെ കണ്ണു തുറപ്പിക്കാൻ കാരണം? അത് മാത്രമല്ല, ഇതിന്റെ അകത്ത് ഈ ഫ്ലൈ ഓവർ വരുന്നെങ്കിൽ ഇതിനടിയിൽ വണ്ടികൾ പാർക്ക് ചെയ്യാനും വരുന്ന ഈ വ്യാപാരികൾക്കുള്ള ഈ കടകളിൽ സാധനങ്ങൾ വാങ്ങാൻ വരുന്ന കസ്റ്റമേഴ്സിന് വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. അതൊക്കെ ഒരുപാട് ആൾക്കാരൊക്കെ ഉപയോഗം ചെയ്യും. ഇപ്പൊ കഴക്കൂട്ടത്ത് ഇതൊക്കെ എന്തെല്ലാം ഉപയോഗങ്ങളുണ്ട്. അത് പാർക്കിംഗ് ഫീസ് വേണമെങ്കിലും സർക്കാരിന് പിരിക്കാം. ഈ അന്ന് നിങ്ങളടക്കമുള്ള വ്യാപാരികളൊക്കെ പറയുന്നു ശിവഗിരിയുടെ പ്രാധാന്യം കണക്കിലെടുത്ത് ഇവിടെ ഫ്ലൈ ഓവർ വരണമെന്ന് അന്ന് പറഞ്ഞിരുന്നു. തീർച്ചയായിട്ടും ശിവഗിരിയുടെ ഏറ്റവും മെയിൻ കവാടകം കല്ലമ്പലവും. കല്ലമ്പലം തിരിഞ്ഞാണ് പണ്ട് തൊട്ടേ ശിവഗിരിയിലേക്കുള്ള തീർത്ഥാടകർ പോണ ഏക വഴി ഇത് തന്നെ. ഈ ട്രിവാൻഡ്രത്തു നിന്നും തമിഴ്നാട്ടിൽ നിന്ന് വന്നാലും വർക്കല തിരിഞ്ഞാണ് ഇപ്പോൾ പോകുന്നത്. അപ്പൊ അതിന്റെ മെയിൻ കവാടകം അടച്ചുകൊണ്ടുള്ളത് അത് നല്ല രീതിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. 100% ഏറ്റവും ഒരു ഇതല്ലേ. നിങ്ങളൊക്കെ 2021 വലിയ സമര പരിപാടികളൊക്കെ നടത്തിയത് അന്ന് കണ്ണു തോന്നില്ല. ഇപ്പൊ 2-3 അപകടമൊക്കെ ഉണ്ടായപ്പോ ഇവരൊന്ന് കണ്ണു തോന്നും. തീർച്ചയായിട്ടും അത് എല്ലാവരും ഒന്നിച്ച് നിൽക്കണം. ശിവഗിരി പോലെ പ്രാധാന്യമുള്ള സ്ഥലത്തിന്റെ ഒരു പ്രവേശന കവാടമായിരുന്നു. അപ്പൊ അതേപോലെ അവരൊന്ന് മുഖവിലേക്ക് എടുത്തില്ല നിങ്ങളുടെ സമരത്തിനല്ലേ? അല്ല, അതിപ്പോ എന്തായാലും എല്ലാവരും മുഖവിലേക്ക് എടുക്കുമല്ലോ. ഇപ്പോ പല അപകടങ്ങൾ ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ ഫ്ലൈ ഓവർ വരാൻ പോകുന്നു പറയുന്നു കല്ലമ്പലത്ത് എന്നിങ്ങനെ പറയുന്നു. പക്ഷെ അത് വലിയ പ്രശ്നമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഫ്ലൈ ഓവർ വരുന്നതായിരിക്കും നല്ലതല്ലേ? അതായിരിക്കും എന്താ പറയുന്നത്? ഫ്ലൈ ഓവർ വരണമെന്ന് 2021 നിങ്ങളൊക്കെ ആവശ്യപ്പെട്ടിരുന്നു. നിങ്ങളൊക്കെ വലിയ സമരം നടക്കാൻ ഇനി നടത്താൻ പോലുള്ള തീരുമാനത്തിലാണ് ഫ്ലൈ ഓവർ വേണമെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ കേന്ദ്രത്തിൽ നിന്ന് ചില അനുകൂല നീക്കങ്ങൾ ഉണ്ടെന്നൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ എന്താവോന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ നമ്മളെ ആവശ്യം അത് തന്നെയാണ്. മനസ്സിലായല്ലോ. ശരിക്ക് പഠിച്ച് ചെയ്യേണ്ടതായിരുന്നു അല്ലേ? വെച്ചാല് ശരിക്കും പഠിച്ച് ചെയ്യേണ്ടതായിരുന്നു. ഇത് നമ്മളെ ഈ സ്ഥലത്ത് തന്നെ രണ്ടാക്കിക്കൊണ്ട് പോകുന്ന ഒരു തീരുമാനത്തിലാണ് അവർ. ശിവഗിരി പോലുള്ള പിന്നല്ലേ, തീർച്ചയായിട്ടും ഇവിടെ ഒരു വൻ മതിൽ വരുമ്പോഴത്തേക്ക് നിങ്ങളൊന്ന് ആലോചിക്കണം. ഈ സുരക്ഷിതമല്ലാത്ത തരത്തിലുള്ള നിർമ്മാണം ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണല്ലോ. വിവിധങ്ങളായ പ്രതികരണങ്ങളാണ് നമ്മൾ ഇപ്പോൾ കേട്ടത്. എല്ലാ ആളുകളും ഒരേ സ്വരത്തിൽ പറയുന്നു ഈ ജംഗ്ഷൻ കല്ലമ്പലം ജംഗ്ഷൻ അനുയോജ്യമായത് ഫ്ലൈ ഓവർ തന്നെയാണെന്നാണ്. ക്യാമറമാൻ വിപിൻ മാടൂരിനൊപ്പം രജനീഷ്, വിസ്മയ ന്യൂസ്.